11 മക്കളുണ്ടായിട്ടും ജീവിത സായാഹ്നത്തിൽ അഗതി മന്ദിരത്തിൽ കഴിയുകയാണ് ഒരു പിഞ്ചുകുട്ടി പറയുകയാണ്, ഞാൻ നൊന്തു പ്രസവിച്ച 8 പേരും ഇത്രയും മനസ്സാക്ഷിയില്ലാത്തവരും. മക്കളുടെ വരവും കാത്ത് വഴിക്കണ്ണുകളുമായി ഈ മാതാവ് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷം 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ ലോകത്ത് വിവിധ സമൂഹങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും അത് അധികരിച്ചുകൊണ്ട് ഖുർആനിനെ സംബന്ധിച്ച് അനവധി ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ ആ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആ ഖുർആനിനെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി, പ്രത്യേകതയായി ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ ഒരു പ്രയോഗം അൻ നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ എന്നതാണ്. എഴുത്തും വായനയും അറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ. സ്വാഭാവികമായും ഏതൊരു മനുഷ്യൻ്റെയും അഭിമാനത്തെ അല്ലെങ്കിൽ പ്രശംസയെ നമ്മൾ പറയുമ്പോൾ അയാളുടെ നേട്ടങ്ങളും അയാൾക്കുള്ള മേന്മകളും ഒക്കെയാണ് നമ്മൾ പറയാറ്. ഇത് അക്ഷരം പഠിച്ചിട്ടില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു മുഹമ്മദ് നബി എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതവും അതേപോലെ തന്നെ അംഗീകാരവുമാണ്. അതെങ്ങനെയാണത്? പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ സംബന്ധിച്ച് ഒന്നിലധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായിരുന്നു, ഉമ്മീ എന്നാണ് അറബിയിൽ അതിന് പറയുക. നിരക്ഷരനായ പ്രവാചകൻ എന്ന ആ വിശേഷണം വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ, അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനെ, ആ ദൈവദൂതനെ പിൻപറ്റുന്ന ആളുകൾ. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത്, ആ നിരക്ഷരനായ പ്രവാചകനെ സംബന്ധിച്ചുള്ള പരാമർശം തങ്ങളുടെ പക്കലുള്ള തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ അവർക്ക് കാണുവാൻ സാധിക്കും. അവർ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അത് വായിച്ചു പോയിട്ടുണ്ടാകും. അത് കേൾക്കുന്നവരാണെങ്കിൽ ആ പരാമർശം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഫിത്തൗറാത്തി വൽ ഇഞ്ചീൽ, തൗറാത്തിലും ഇഞ്ചീലിലും അഥവാ മുൻവേദങ്ങളായ മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ സമൂഹത്തിന് കിട്ടിയ തോറ എന്ന് പറയുന്ന തൗറാത്തും, യേശുവിൻ്റെ കൈകളിലൂടെ സമൂഹം അറിഞ്ഞ പരിചയിച്ച ഇഞ്ചീൽ എന്ന് പറയുന്ന ആ വേദഗ്രന്ഥവും, ഈ 2 വേദഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മകൾ കൽപ്പിക്കുന്നു, തിന്മകൾ അവരെ വിലക്കുന്നു, അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്നു എന്നൊക്കെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ആ വചനത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് അൻ നബിയൽ ഉമ്മി, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ എന്നത്. സൂറത്തുൽ അഅറാഫിലെ തന്നെ 158-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, ഫആമിനു ബില്ലാഹി വറസൂലിഹിൻ നബിയിൽ ഉമ്മി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം. എങ്ങനെയുള്ള ദൂതൻ? അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ. അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ എന്ന് പറയുന്നതിലൂടെ എന്താണ് ആ പ്രവാചകന് മഹത്വമുള്ളത്, പ്രത്യേകതയുള്ളത്? ആ പ്രവാചകന്റെ വാക്കുകളെയും ഇടപെടലുകളെയും ഒക്കെ വ്യതിരിക്തമാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല അത് എന്നുള്ളതാണ്. മറിച്ച് അത് വഹിയാണ്, ദൈവികമായ പടച്ചിറബിൻ്റെ പക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശം. അതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ആ അത്ഭുതങ്ങൾ കാലങ്ങളെ അതിജയിക്കുന്ന രീതിയിൽ, മനുഷ്യ ചിന്തയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയാനും വിശദീകരിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. അത് കേവലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തെളിഞ്ഞു വന്ന ഏതെങ്കിലും ഒരു കാര്യമോ ഏതെങ്കിലും ഒരു ചിന്തയോ അഭിപ്രായങ്ങളോ വാക്കുകളോ അല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്ദേശമാണ്, വഹിയാണ്, ദിവ്യബോധനമാണത്. ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, 21-ാം അധ്യായം സൂറത്തുൽ അൻബിയയിലെ 45-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വചനമാണ്. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്നമാ ഉൻദിറുക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, താക്കീത് നൽകുന്നു, ബിൽ വഹി, എനിക്ക് കിട്ടുന്ന ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ, വഹിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകന് കിട്ടുന്ന ദൈവിക വെളിപാടാണ്, സന്ദേശമാണ് ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും. അതുകൊണ്ടാണ് അതിൽ അബദ്ധങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായി പല അത്ഭുതങ്ങളും അതേപോലെ തന്നെ പ്രവചനങ്ങളും ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ച് അത്ഭുതകരമായ പരാമർശങ്ങൾ
ഖുർആനിൽ നടത്തുവാൻ സാധിച്ചത്. 53-ാം അധ്യായം സൂറത്തു നജ്മിലെ 3-4 വചനങ്ങളിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല, അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹിയായി ലഭിച്ച സന്ദേശങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് ഖുർആനിന്റെ പരാമർശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന പല വസ്തുതകളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് ബോധ്യപ്പെടുന്ന അവസ്ഥകളുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞകാല സമൂഹങ്ങളെയും സമുദായങ്ങളെയും കുറിച്ച് കൃത്യവും വ്യക്തവുമായ വിവരണങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്കപ്പുറം, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഓരോ സമുദായത്തെയും സമൂഹത്തെയും സംബന്ധിച്ച്, അവരുടെ അപജയങ്ങളെ സംബന്ധിച്ച്, അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പ്രയാസങ്ങളെ സംബന്ധിച്ച്, അവരിലേക്ക് ഇറങ്ങിയ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി പരാമർശിക്കുന്ന നിരവധി വിവരണങ്ങൾ, ചരിത്ര പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. മുൻ വേദങ്ങളുടെ ആളുകളെന്ന് അവകാശപ്പെടുന്നവർ വെച്ച് പുലർത്തിയ അബദ്ധധാരണകൾ, അബദ്ധങ്ങൾ വരാതെ ആണ് കൃത്യവും വ്യക്തവുമായ ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അന്വേഷിക്കുന്ന ആളുകൾക്ക് ശരിയെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് ഖുർആനിലുള്ളത്. ആ കാലഘട്ടത്തിൽ കേട്ട് ഏതെങ്കിലും ഒരു ചരിത്രം പിന്നീട് എഴുതുകയാണ് എങ്കിൽ സ്വാഭാവികമായും സ്ഖലിതങ്ങളും അബദ്ധങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഖുർആൻ കടന്നുപോയ ആ വിവരണങ്ങളിൽ, ഖുർആൻ പരാമർശിച്ച പരാമർശങ്ങളിൽ ഏതെങ്കിലും ഒരു അബദ്ധം, ആ പരാമർശം തെറ്റായിരുന്നു, അത് പിന്നീട് ആണ് അങ്ങനെയുള്ള ഒരു പരാമർശം ഉണ്ടായത്, ആ വാക്ക് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ വിമർശനങ്ങൾ കാണുവാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഫറോവയുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ഈജിപ്തിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ആ വാക്കുകളും പ്രയോഗങ്ങളുമൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള, അതിനു മുമ്പുള്ള ചരിത്രങ്ങളിലും ഘട്ടങ്ങളിലുമൊക്കെ ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോഴൊന്നും ഈ പറഞ്ഞ കാലദേശങ്ങളുടെ ആ വ്യത്യാസങ്ങളെ പരിഗണിക്കാതെയുള്ള ഒരു പരാമർശമോ അതല്ലെങ്കിൽ തെറ്റായ ഏതെങ്കിലും ഇടപെടലുകളോ പരാമർശങ്ങളോ ഒന്നും ഖുർആനിൻ്റെ വചനങ്ങളിൽ കടന്നുകൂടിയിട്ടില്ല എന്നത് നമ്മൾ അറിയുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ കിടയറ്റ ധാർമ്മിക മൂല്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമൂഹത്തിൽ കണ്ട ഏതെങ്കിലും ഒരു തിന്മക്കെതിരെ സംസാരിച്ചു പോയ ഒരു വ്യക്തിയുടെ ആശയങ്ങളോ ചിന്തകളോ അല്ല. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഖുർആൻ പറഞ്ഞ അന്നത്തെ ആ ധാർമ്മികമായ മൂല്യങ്ങളും വിഷയങ്ങളും ഇന്നും നിത്യപ്രസക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിൽ എത്രയോ പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ അവകാശപ്പെടുന്ന ഈ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പല പ്രതിസന്ധികൾക്കും ഖുർആൻ നൽകുന്ന കിടയറ്റ മാർഗനിർദ്ദേശങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് എന്നതാണ്. അതൊരിക്കലും കേവലം ഒരു അവകാശവാദം മാത്രമല്ല. ഓരോ വിഷയങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കളെ പരിഗണിക്കുന്ന വിഷയം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് സമൂഹം ഏറെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, ഒരു പ്രതിസന്ധിയാണ്. സ്വന്തം മക്കൾ തന്നെ മാതാപിതാക്കളെ കെയർ ചെയ്യാത്ത, ശ്രദ്ധിക്കാത്ത, പരിഗണിക്കാത്ത അവസ്ഥ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവരെ തൻ്റെ അച്ഛനായി, അമ്മയായി, വാപ്പയായി, ഉമ്മയായി കണ്ടുകൊണ്ട് കൂടെ നിർത്താൻ മനസ്സ് വെക്കാതെ വൃദ്ധസദനങ്ങളിലേക്കും മറ്റുമൊക്കെ അനാഥാലയങ്ങളിലേക്കൊക്കെ അവരെ പറഞ്ഞയക്കുന്ന ഒരു പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളിലും സമൂഹങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ സമൂഹത്തിന് നൽകിയ ഉപദേശം, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ രക്ഷിതാവ്, നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ജീവൻ നൽകിയ, നിന്നെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന ആ രക്ഷിതാവ്, സ്രഷ്ടാവ്, റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നും ദൈവിക കൽപ്പനയാണ്. എന്നിട്ട് വിശദമായി പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ മാതാപിതാക്കളിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യ സഹജമായി അവശതയും പ്രയാസങ്ങളും ഒക്കെയായി നിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ, അഥവാ വൃദ്ധരായ ഒരു മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും നോക്കേണ്ട, പരിചരിക്കേണ്ട ഒരു സന്ദർഭം നിനക്ക് വന്നാൽ അത് വലിയ ഒരു അവസരമായി, നന്മയുടെ സന്ദർഭമായി കണ്ടുകൊണ്ട് വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഖുർആൻ അവിടെ നൽകിയ ഉപദേശം. എന്നിട്ട് പറഞ്ഞു, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്, അവരെ ആട്ടിയകറ്റുകയും ഷൗട്ട് ചെയ്ത് അവരെ അപഹസിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, വേദനയുണ്ടാക്കുന്ന ചേ എന്നൊരു വാക്കുപോലും മക്കളായ നിങ്ങൾ പറയരുത് എന്ന് ഖുർആൻ നൽകുന്ന ഉപദേശം. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ,
റഹ്മ, കാരുണ്യത്താലുള്ള വിനയത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞ ഉപദേശം. ഇങ്ങനെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ നടത്തുന്ന പല വചനങ്ങളും ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും കാണാൻ കഴിയും. ഇന്ന് ആ വചനങ്ങളുടെ പ്രസക്തി ഓരോ കുടുംബത്തിലും നമുക്ക് കാണാൻ കഴിയും. ഓരോ കുടുംബനാഥനും അല്ലെങ്കിൽ ആ മക്കളെ വളർത്താൻ വേണ്ടി പ്രയാസപ്പെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഒക്കെ പറയും, ആ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ടായിട്ട് അത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ വചനങ്ങളാണ് എന്ന് നിരന്തരം അത് വിളിച്ചു പറഞ്ഞിട്ട് ആ വചനങ്ങളെ ഒന്ന് അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കലും വിമർശകരുടെ, എതിരാളികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രം കേട്ട് അതിനെ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും അവഗണിക്കുകയുമല്ല ചെയ്യേണ്ടത്. നമുക്കുമുണ്ടല്ലോ ചിന്തയും ബുദ്ധിയും അറിവുമൊക്കെ. അങ്ങനെ അതിനെ അറിയാനും പഠിക്കാനും മനനം ചെയ്യുവാനും വിലയിരുത്തുവാനും ഒക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ആ ദൈവീക ഗ്രന്ഥത്തിൻ്റെ അതുല്യമായ അതിൻ്റെ നന്മകളും മേന്മകളും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.